ചാലിയാർപുഴയിൽ തെരച്ചിലിന് പോയ 18 രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകരാണ് കുടുങ്ങിയത്. 14 ERF പ്രവർത്തകരും 4 വെൽഫെയർ പാർട്ടി പ്രവർത്തകരുമാണ് കുടുങ്ങിക്കിടക്കുന്നത്. രമ്യയാണ് വിവരങ്ങൾ നൽകുന്നത്. രമ്യ, അവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് രമ്യ നേരത്തെ പറഞ്ഞിരുന്നു. അവരെ രക്ഷപ്പെടുത്താനായിട്ട് പോലീസ് അടക്കമുള്ള സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? സ്വാതി, അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അതായത് രാത്രി ആയതിനാൽ സന്ധ്യ മയങ്ങി തുടങ്ങി അവരെ ഈ സമയത്ത് കാട്ടിലൂടെ നടത്തി ഇങ്ങോട്ട് എത്തിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. രാത്രിയിൽ അവരെ വനത്തിനുള്ളിൽ തങ്ങാൻ അനുവദിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ എത്തിച്ച് രാവിലെ പുലർച്ചയോടുകൂടി ചാലിയാറിന് സമീപത്തേക്ക് എത്തിക്കാനുള്ള നടപടികളും പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് രാത്രി വനത്തിലൂടെ നടക്കുക എന്നത് പ്രായോഗികമല്ല. ആന ഇറങ്ങുന്ന മേഖലയാണ്, കാട്ടുപന്നി ശല്യമുണ്ട്. ഇത്തരത്തിൽ രാത്രി വനത്തിലൂടെ നടക്കുക എന്നുള്ള പ്രായോഗികമല്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് ഉള്ളത്. അല്ലെങ്കിൽ മറ്റൊരു നിർദ്ദേശം വയ്ക്കുന്നത് ഇവരെ സൂചിപ്പാറ വഴി വയനാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൂടാതെ രാത്രി ആയതിനാൽ എയർക്രാഫ്റ്റ് മുതലായവ പ്രായോഗികമല്ല എന്നൊരു നിലപാട് കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചർച്ചകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഒടുവിൽ കൃത്യമായ ഒരു നിർദ്ദേശം, അതായത് ജില്ലാ പോലീസ് മേധാവിയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ എത്തരത്തിൽ ഇവരെ ഇങ്ങോട്ട് സുരക്ഷിതമായി എത്തിക്കാമെന്നുള്ളതിൽ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എമർജൻസി റെസ്ക്യൂ ഫോഴ്സിലുള്ള 18 പ്രവർത്തകരാണ്. അതായത് ഇതിൽ 14 ERF പ്രവർത്തകരുണ്ട്, 4 വെൽഫെയർ പാർട്ടി പ്രവർത്തകരുണ്ട്. ഇവർക്ക് കാടിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഇവർക്ക് എത്താൻ കഴിയുമെന്നാണ് ഇവിടെ കൂടെയുള്ളവർ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. പേടിക്കേണ്ടതില്ല, അവർക്ക് ഇങ്ങോട്ട് എത്താനുള്ള കാടിനെ പറ്റി അറിയാം, അവർക്ക് ബാക്കി എന്താ പറയാ, അതായത് പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് കൂടെയുള്ളവർ നമ്മളോട് പങ്കുവച്ചത്. എന്നിരുന്നാൽ കൂടി അവർക്ക് അവിടെ നിന്നും ഒരു ബോഡി കണ്ടെത്താനായിട്ടുണ്ട്. ഇതുമായി ഈ ചാലിയാറിന്റെ തീരത്തേക്ക് രാത്രിയിൽ നടന്നെത്തുക പ്രായോഗികമാണ് എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാതി, അനഘ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ന് രാത്രിയിൽ അവർ വനത്തിനുള്ളിൽ തന്നെ കഴിയും എന്നാണ്. അതിനപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു മൃതദേഹം അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ മൃതദേഹവുമായിട്ട് ഇന്ന് രാത്രി മുഴുവൻ ആ കാട്ടിൽ അവർ കഴിയുക എന്നുള്ളത് എത്രമാത്രം സുരക്ഷിതമാണ്? അത്തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഫോറസ്റ്റിലെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. രാത്രി അവർക്ക് അവിടെ തങ്ങാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള രീതിയിലും പരിശോധനയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ സുരക്ഷിതരായിരിക്കുമോ അത്തരത്തിലൊരു നിർദ്ദേശമായിരിക്കും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നിർദ്ദേശിക്കുന്നത്. അത്തരത്തിൽ അവർ അവിടെ തങ്ങാൻ വയർലെസ്സുമായി മാത്രമാണ് അവരെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്. മൊബൈൽ ഫോൺ വഴിയോ മറ്റോ അവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ അവർ അവിടെ തങ്ങാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം വനത്തിൽ കുടുങ്ങിയവരിൽ നിന്നും ലഭിച്ചു എന്നാണ് നമുക്ക് ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 4 പേർ ക്ഷീണിതരാണ്. തുടർന്ന് ഇവർക്ക് തിരിച്ചിങ്ങോട്ട് നടക്കാൻ കഴിയുന്നില്ല. 4 പേർ ക്ഷീണിതരാണ്. അതിനാൽ ഇവരെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൂടി ഇവരുടെ ഭാഗങ്ങളിൽ നിന്ന് ഇവരുടെ കൂടെയുള്ള പ്രവർത്തകരും ഇവിടെയുണ്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിലും അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമായി എത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ തീരുമാനമെടുക്കും എന്ന് തന്നെ വ്യക്തമാണ്. 4 പേരാണ് വനത്തിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിനായി പോയവരാണ് ചാലിയാർപുഴയുടെ തീരത്തുള്ള വനത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. അവരെ ഇന്ന് രാത്രി രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമല്ല. അവർ അവിടെ കഴിയാം, സുരക്ഷിതരാണ് എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ അവർ അവിടെ കഴിയട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിലവിലെത്തിയിരിക്കുന്നത്.